കാപ്പ കേസിൽ കൗൺസിലർ സുഗതനെ പോലീസ് വെടിവെച്ച് പിടികൂടിയ സംഭവത്തിന് പിന്നാലെ വട്ടിയൂർക്കാവ് മേഖലയിൽ രാഷ്ട്രീയ പോരുമുറുകുന്നു. സുഗതന്റെ അറസ്റ്റോടെ പ്രദേശത്തെ ഗുണ്ടാവിളയാട്ടത്തിന് അറുതിയാകുമെന്നൊരു വിഭാഗം അവകാശപ്പെടുമ്പോൾ ഈ സംഭവത്തിലെ മറുപുറം ചർച്ചയാക്കുകയാണ് ബി.ജെ.പി. സംഘപരിവാർ വൃത്തങ്ങൾ. പ്രദേശത്ത് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന CPM അനുകൂലിയായ മറ്റൊരു കുപ്രസിദ്ധ ക്രിമിനലിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. വെള്ളേക്കടവ്, വാഴോട്ടുകുണം മേഖലകളിൽ ജനങ്ങൾക്ക് വൻ ശല്യമായി മാറിയ ടാർസൻ പ്രശാന്ത് എന്നറിയപ്പെടുന്ന പ്രശാന്തിനെതിരെ എന്തുകൊണ്ട് ഇതുവരെ കാപ്പ ചുമത്തിയിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം സംഘപരിവാർ സംഘടനകൾ ചോദിക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ നാട്ടിൽ അക്രമം അഴിച്ചുവിടുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചതുകൊണ്ടാണ് പോലീസിനെതിരെയുള്ള പരസ്യ വിമർശനം ഇപ്പോൾ ഉയർത്തുന്നത്. കുട്ടികൾ കാണാനും കേൾക്കാനും പാടില്ലാത്ത വിധം അത്യന്തം ഭീതിജനകമായ രീതിയിലാണ് ഈ ക്രിമിനൽ വീഡിയോകളിൽ ഉറഞ്ഞു തുള്ളുന്നതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. സുഗതനെതിരെ കാപ്പ ചുമത്താൻ കാരണമായ അവസാനത്തെ കേസ് ഈ പറയുന്ന ടാർസൻ പ്രശാന്തിനെ വധിക്കാൻ ശ്രമിച്ചു എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രശാന്ത് എന്ന ഗുണ്ടയുടെ ആക്രമണങ്ങളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് സുഗതൻ ചെയ്തത് എന്നാണ് അനുകൂലികളുടെ വാദം. CPM-ന്റെയും ചില പ്രാദേശിക നേതാക്കളുടെയും തണലിൽ വളരുന്ന വളർത്തുനായയാണ് ഈ ക്രിമിനലെന്നും അതുകൊണ്ടാണ് ഇത്രയേറെ ജനദ്രോഹ നടപടികൾ ഉണ്ടായിട്ടും ഇയാൾക്കെതിരെ നിയമ നടപടി ഇല്ലാത്തതെന്നും സംഘപരിവാർ ആരോപിക്കുന്നു. ക്ഷേത്രോത്സവത്തിലേക്ക് പ്രശാന്ത് വന്ന് പ്രശ്നമുണ്ടാക്കി. ഇതറിഞ്ഞ് നാട്ടുകാർ സുഗതനെ വിളിച്ചു വരുത്തി. തുടർന്നുണ്ടായ പ്രശ്നമാണ് സുഗതനെതിരെയുള്ള കേസായത്. ഇതിന് കുറച്ചു ദിവസം മുൻപ് അങ്കനവാടി ഉദ്ഘാടനത്തിൽ MLA ആയിരുന്ന പ്രശാന്തിനെതിരെ നിലപാടെടുത്തിരുന്നു സുഗതൻ. ഇതും രണ്ട് സുഗതനെതിരായ കേസുകളായി മാറി. ഈ കേസുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കാപ്പ ചുമത്തിയത്. വാർഡിൽ മികച്ച രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന സുഗതന്റെ ജനപ്രീതിയിൽ അസ്വസ്ഥരായ CPM നേതാക്കൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയമായി സ്വാധീനിച്ചാണ് ഈ അറസ്റ്റ് നാടകം തയ്യാറാക്കിയതെന്നാണ് ആക്ഷേപം. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ വിപിൻ സഖാവ് എന്ന് പരിവാർ വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കേണ്ട പോലീസ് ഭരണകക്ഷിയുടെ ഗുണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണോ എന്നും വെള്ളേക്കടവിലെ ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കുന്ന ടാർസൻ പ്രശാന്തിനെ പോലുള്ളവരെ തൊടാൻ വട്ടിയൂർക്കാവ് പോലീസിന് ഭയമാണോ എന്നുമാണ് ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ. ഒരു ജനപ്രതിനിധിക്കെതിരെ കാപ്പ ചുമത്താൻ കാണിച്ച അതേ ജാഗ്രത രാഷ്ട്രീയ തണലിൽ ജീവിക്കുന്ന യഥാർത്ഥ ക്രിമിനലുകൾക്കെതിരെയും ഉണ്ടാകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. സുഗതൻ അനുകൂലമായി പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. അതിഭീകരമായ രീതിയിൽ മാരക ആയുധങ്ങളുമായി ജനങ്ങൾക്ക് നേരെ ആഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ ഇതിൽ കാണാം. മാത്രമല്ല, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള തെറിയാണ് സംഭാഷണം മുഴുവനും. ദയവായി ഈ വീഡിയോ മ്യൂട്ട് ചെയ്ത് മാത്രം കാണുക എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. കുട്ടികൾ ഈ വീഡിയോ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറയുന്നു. ഈ നാടിന്റെ ദുരവസ്ഥ കാണാതെ പോകരുത്. കാപ്പ ചുമത്തി ജയിലിലടച്ച കൗൺസിലർ സുഗതന്റെ ഗതികേടൊന്ന് ഓർക്കണം. വീഡിയോയിൽ അക്രമകാരിയായി കാണുന്നവനെ വധിക്കാൻ നോക്കിയെന്നതാണ് സുഗതനെതിരെയുള്ള അവസാന കേസ്. അയാൾ ഉറഞ്ഞു തുള്ളുന്നത് വീഡിയോയിൽ കാണാം. വാഴോട്ടുകൂടത്തെ ചില CPM ഗുണ്ടകളുടെ വളർത്തുനായയായി ക്രിമിനലിനെയാണ് നല്ലവനാക്കാൻ നോക്കുന്നത്. സഖാക്കൾക്ക് ആ വാർഡ് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സുഗതനെ ഇഷ്ടമായില്ല. പോലീസിലെ വിപിൻ സഖാവിനെ കൊണ്ട് കേസെടുപ്പിച്ചു. വിപിൻ സഖാവ് എന്തുകൊണ്ട് ഈ ക്രിമിനലായ പ്രശാന്ത് എന്നു പേരുള്ള നിരവധി കേസിലെ പ്രതിയും വെള്ളേക്കടവിലെ ജനങ്ങൾക്ക് ശല്യവുമായവനെതിരെ ഇതുവരെ കാപ്പ കേസ് എടുക്കാത്തത്? പേടിയാണോ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ വിപിൻ സഖാവിൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്.